blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുതിയ ഒരു സാമ്പത്തിക വർഷത്തിലേക്ക് നാം പ്രവേശിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ സാമ്പത്തിക തത്വങ്ങളെക്കുറിച്ച്, ദൈവം സാമ്പത്തികത്തെ എങ്ങനെ കാണുന്നു അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു സന്ദേശമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് ആദ്യം പ്രാർത്ഥിക്കാം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് GK ദാസ് ആൻഡ് പ്രേമ ഭായ്. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണെന്ന്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ കുടുംബത്തെ അനുഗ്രഹിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ ദമ്പതികളെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, GK ദാസിനായി പ്രാർത്ഥിക്കുന്നു. തനിക്ക് തൻ്റെ ശരീരത്തിൽ പരിപൂർണമായ രോഗസൗഖ്യം അങ്ങ് നൽകണമേ. കർത്താവെ, പ്രേമയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഷോൾഡർ പെയിൻ സൗഖ്യമാകട്ടെ. അവരുടെ ഗ്രാൻഡ് സൺ ആദിത്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുഞ്ഞ് വളരെ നന്നായി സംസാരിക്കുവാൻ കർത്താവെ അങ്ങ് ആ പൈതലിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോട് ചേർന്ന് അവരുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കുടുംബത്തെ അങ്ങ് സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ദാസ് ആൻഡ് പ്രേമ. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഇനി നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള കേട്ടുകൊണ്ടിരുന്ന സന്ദേശം തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തേത് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇടയ്ക്കിടയ്ക്ക് ഇന്നലെ ഒക്കെ എഴുതിയ ആ വചനഭാഗങ്ങളും നോട്ട്സൊക്കെ നോക്കണം. ഈ സാമ്പത്തിക കാര്യങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് കൊണ്ട് നോക്കുമ്പോഴുള്ളത് പഠിക്കുമ്പോൾ തന്നെ നമുക്കൊത്തിരി ദൈവിക അനുഗ്രഹങ്ങളെ സ്വീകരിക്കാനും അതിൽ നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കും. നമുക്ക് ഒരുമിച്ച് ബ്ലെസ്സിങ് സെൻറ്ററിലെ ആ സന്ദേശത്തിലേക്ക് പോകാം. അതിനുശേഷം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Matthew 17 verse 24. After Jesus and his disciples arrived in Capernaum, the collectors of the 2 drachma tax came to Peter and asked, "Doesn't your teacher pay the temple tax?" യേശുവും ശിഷ്യന്മാരും കഫർനഹൂമിലെത്തിയപ്പോൾ 2 ദ്രഹ്മ വീതമുള്ള നികുതി പിരിക്കുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്ന്, "നിങ്ങളുടെ ഗുരു ദൈവാലയ നികുതി കൊടുക്കുന്നില്ലേ?" എന്ന് ചോദിച്ചു. "Yes, he does," he replied. When Peter came into the house, Jesus was the first to speak. "ഉവ്വ്, കൊടുക്കുന്നുണ്ടല്ലോ," അയാൾ മറുപടി പറഞ്ഞു. പത്രോസ് വീട്ടിനുള്ളിൽ കടന്നപ്പോൾ യേശുവാണ് സംഭാഷണം ആരംഭിച്ചത്. The Bible says Jesus used to pay tax. വചനം പറയുന്നു, യേശു നികുതി കൊടുക്കുമായിരുന്നു. Who is Jesus? യേശു ആരാണ്? The creator of everything. എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ. He is the supreme authority. ഏറ്റവും പരമോന്നത അധികാരിയാണ് അവൻ. But when he came to the world, പക്ഷെ അവൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ he was submissive to the law of God and the law of the land. എന്നാൽ അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ ഭൂമിയിലെ ഭരണാധികാരികൾക്കും അവിടുത്തെ നിയമങ്ങൾക്കും കീഴ്പ്പെട്ടു, അതുപോലെ ദൈവത്തിന്റെ നിയമങ്ങൾക്കും കീഴ്പ്പെട്ട് ജീവിച്ചു. And Jesus paid the temple tax. അതുപോലെ യേശു ദേവാലയത്തിൽ കൊടുക്കേണ്ട നികുതിയും കൊടുത്തിരുന്നു. The question was this: doesn't your teacher pay the temple tax? അവരോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, നിങ്ങളുടെ ഗുരു ദേവാലയ നികുതി കൊടുക്കുന്നുണ്ടോ? And the answer was yes, he does. അതിന് കൊടുത്ത മറുപടി ഇതായിരുന്നു, അതെ, അവൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. The verb, the construction of the sentence says that
it was a regular practice of Jesus paying the tax. ആ മറുപടിയുടെ ആ ഘടനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, യേശു സർവ്വസാധാരണമായി കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അത് പ്രതിപാദിക്കുന്നത്. Should we pay tax? നമ്മൾ നികുതി കൊടുക്കണമോ? Yes or no? We should. Why? തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം. എന്തുകൊണ്ട് നമ്മൾ കൊടുക്കണം? Because Jesus paid tax. കാരണം യേശു നികുതി അടച്ചവനാണ്. And we are following Jesus. നമ്മൾ യേശുവിനെയാണ് അനുഗമിക്കുന്നത്. So even in those days there were taxes. ആ കാലഘട്ടങ്ങളിലും നികുതി സമ്പ്രദായം ഉണ്ടായിരുന്നു. And today in our days we have different kinds of taxes. എന്നാൽ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലും വ്യത്യസ്തമായ രീതികളിലുള്ള നികുതികളുണ്ട്. Income tax, sale tax, ഇൻകം ടാക്സ് ഉണ്ട്, സെയിൽ ടാക്സ് ഉണ്ട്, land tax, property tax, പ്രോപ്പർട്ടി ടാക്സ് ഉണ്ട്, ലാൻഡിന്റെ ടാക്സ് different ഉണ്ട്. kinds of taxes. ഒത്തിരി വ്യത്യസ്തമായ രീതിയിലുള്ള ടാക്സുകൾ. Because Jesus paid taxes, യേശു നികുതി കൊടുത്തതുകൊണ്ട് we should also follow his example. നമ്മളും അവന്റെ ആ മാതൃക പിന്തുടരേണ്ടതാണ്. But there was a problem here. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. Jesus used to pay tax, യേശു നികുതി കൊടുക്കുമായിരുന്നു. but at this time there was no money with him and the disciples to pay tax. ഈ പ്രാവശ്യം അവനും അവന്റെ ശിഷ്യനും അവിടെ നികുതി കൊടുക്കാനുള്ള പണം കയ്യിലുണ്ടായിരുന്നില്ല. When Peter came back, Jesus spoke first. പത്രോസ് മടങ്ങി വന്നപ്പോൾ യേശുവാണ് ആദ്യം സംഭാഷണം തുടങ്ങിയത്. Verse 25, the second part, what do you think, Simon? He asked, from whom do the kings of the earth collect duty and taxes? From their own sons or from others? 25ാമത്തെ വചനം തന്നെയാണ് അതിന്റെ രണ്ടാം ഭാഗം. ശീമോനെ, നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ കരമോ നികുതിയോ പിരിക്കുന്നത് ആരിൽ നിന്നാണ്? സ്വന്തം മക്കളിൽ നിന്നോ അതോ അന്യരിൽ നിന്നോ? അദ്ദേഹം ചോദിച്ചു. Suppose there is a king and the king has a son. നിങ്ങൾ ചിന്തിക്കുക, ഒരു രാജാവുണ്ട്, ആ രാജാവിന് ഒരു മകനുമുണ്ടെന്ന് ചിന്തിക്കുക. All the subjects in the kingdom should pay tax to the king. ആ രാജ്യത്തുള്ള സകലവും രാജാവിന് നികുതി കൊടുക്കണം. But should the prince give tax? പക്ഷേ രാജകുമാരൻ നികുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? No. ഇല്ല. No need. ഒരാവശ്യവുമില്ല. So that's why Jesus is asking, from whom do the kings of the earth collect duty and tax? അതുകൊണ്ടാണ് യേശു ഇവിടെ ചോദിക്കുന്നത്, ആരിൽ നിന്നാണ് ഈ ഭൂമിയിലെ രാജാക്കന്മാർ നികുതി പിരിക്കുന്നത്? From their own sons? അവരുടെ സ്വന്തം മക്കളിൽ നിന്നാണോ? Or from others, outsiders? അല്ലെങ്കിൽ അന്യരിൽ നിന്നാണോ? The reply of Peter, from others, Peter answered. അവിടെ പത്രോസ് മറുപടി പറയുകയാണ്, അന്യരിൽ നിന്ന്. Then the sons are exempt. അങ്ങനെയെങ്കിൽ മക്കൾ ഒഴിവാക്കപ്പെടുമല്ലോ. Verse number 27, but so that we may not offend them, go to the lake and throw out your line. Take the first fish you catch, open its mouth, and you will find a 4 drachma coin. Take it and give to them for my tax and yours. 27-ാം വചനം, എന്നാൽ നാം അവർക്ക് ഇടർച്ച വരുത്തരുതല്ലോ. നീ കടലിൽ ചെന്ന് ചൂണ്ടയിടുക. ആദ്യം കിട്ടുന്ന മത്സ്യത്തെ എടുത്ത് അതിന്റെ വായ് തുറക്കുമ്പോൾ 4 ദ്രഹ്മയുടെ ഒരു നാണയം കാണും. അത് എടുത്ത് എന്റെയും നിന്റെയും നികുതി അടയ്ക്കുക എന്ന് യേശു കൽപ്പിച്ചു. Hallelujah. Hallelujah. Now this is called a tax miracle. ഇതിനെയാണ് ഒരു അത്ഭുതമായ നികുതി അടക്കൽ എന്ന് പറയുന്നത്. Many of you sitting here, you are also facing many tax problems in your life. ഇവിടെ ഇരിക്കുന്നതിൽ പലരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ടാക്സ് അടക്കുന്ന പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കാം. Maybe sale tax, ഒരുപക്ഷെ സെയിൽ ടാക്സ് ആയിരിക്കാം, income tax, ഇൻകം ടാക്സ് ആയിരിക്കാം. many different kinds of taxes. വ്യത്യസ്തമായ രീതിയിലുള്ള ടാക്സുകൾ. But I have a good news for you. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല വാർത്ത എൻ്റെ അടുക്കലുണ്ട്. Jesus can perform tax miracles in your life. നിങ്ങളുടെ ജീവിതത്തിൽ ആ ടാക്സിന്റെ പ്രശ്നത്തിന്റെ മേൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ യേശുവിന് കഴിയും. Say hallelujah. Hallelujah. Jesus can perform miracles in your financial areas. യേശുവിന് നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. The Jesus you are calling upon is not only giving you salvation to your spirit. നീ വിളിച്ചപേക്ഷിക്കുന്ന യേശു നിനക്ക് രക്ഷ മാത്രമല്ല നൽകുന്നത്. In any area of your life, Jesus can perform miracles. നിന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും യേശു നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. Many Christians around the globe, they believe Jesus is their savior.
ഈ ഭൂലോകത്തിലെ അനേക ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് യേശു അവരുടെ രക്ഷകനാണ്. And they will enjoy salvation. അതുകൊണ്ട് അവർ രക്ഷ അനുഭവിച്ച് സന്തോഷിക്കുന്നു. But many do not believe that Jesus is also a healer. പക്ഷെ പലരും വിശ്വസിക്കുന്നില്ല യേശു സൗഖ്യദായകനുമാണെന്ന്. So they don't experience healings. അതുകൊണ്ട് അവർക്ക് ആ സൗഖ്യം ലഭിക്കുന്നില്ല. But if you believe that Jesus is the Savior and Jesus is the healer, you will enjoy both. നിങ്ങൾ യേശു രക്ഷകനുമാണെന്നും സൗഖ്യം കൊടുക്കുന്നവനുമാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും ലഭിക്കും. Hallelujah. ഹല്ലേലൂയ. But if you believe Jesus is the provider, യേശു നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ, He can provide anything for you. നിങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകുവാൻ യേശുവിന് കഴിയും. You will start enjoying the divine provision of Jesus. യേശുവിന്റെ ദൈവികമായ കരുതലുകൾ നിങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. Now I want to show you something. ഞാൻ നിങ്ങളെ ചില കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാം. When Peter came home, Jesus said, "No, we have to pay tax." We will pay പത്രോസ് tax. വീട്ടിലേക്ക് വന്നപ്പോൾ യേശു പറഞ്ഞു നമ്മൾ നികുതി കൊടുക്കണം. But there is no money. പക്ഷെ പണമില്ല. From where will the money come? എവിടെ നിന്ന് ഈ പണം വരും? Jesus said, "Go to the lake and let your fishing line go down, and you will catch the fish. The first fish will carry the tax amount." ഇവിടെ പത്രോസിനോട് യേശു പറഞ്ഞു, നീ നദിക്കരയിലേക്ക് ചെല്ലുക, എന്നിട്ട് നീ അതിലേക്ക് ചൂണ്ടയിടുക. നിന്റെ ചൂണ്ടയിൽ ആദ്യം കൊളുത്തുന്ന മത്സ്യത്തെ നീ പിടിക്കുക. അതിന്റെ വായ്ക്കകത്ത് 4 ദ്രഹ്മയുടെ ഒരു നാണയം ഞാൻ വെച്ചിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. Let me tell you something. ഞാൻ പറയട്ടെ, When Jesus is in action, യേശു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ money can come from anywhere. പണത്തിന് എവിടെ നിന്ന് വേണമെങ്കിലും ഓടി വരാം. Hallelujah. ഹല്ലേലൂയ. Nobody will expect a fish will bring you money. ഒരിക്കലും ആരും ചിന്തിക്കുന്നില്ല ഒരു മീൻ നിനക്ക് ഉള്ള പണം കൊണ്ടുവരുമെന്ന്. Hallelujah. ഹല്ലേലൂയ. A fish cannot bring you money. സാധാരണ രീതിയിൽ ഒരു മത്സ്യത്തിന് ഒരിക്കലും നിനക്കുള്ള പണം കൊണ്ടുവരാൻ പറ്റില്ല. But here a fish is bringing 4 drachma coin to Peter. ഇവിടെ ഇതാ പത്രോസിന് വേണ്ടി ഇത് 4 ദ്രഹ്മ മൂല്യമുള്ള ഒരു നാണയം ഇതാ ഒരു മത്സ്യം കൊണ്ടുവന്നിരിക്കുകയാണ്. Do you know a secret? നിങ്ങൾക്കൊരു രഹസ്യം അറിയാമോ? God knows where money is kept. ദൈവത്തിനറിയാം നിനക്ക് വേണ്ട പണം എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന്. You want to build a house, നിനക്കൊരു വീട് പണിയണം, but you don't know where the money will come from. പക്ഷെ എവിടെ നിന്ന് അതിനുള്ള പണം ഉണ്ടാക്കുമെന്ന് നിനക്കറിയില്ല. But Jesus knows. പക്ഷെ യേശുവിനറിയാം. And everything is open and naked before God. കർത്താവിന്റെ മുമ്പിൽ സകലവും നഗ്നതും തുറന്നുമായി കിടക്കുന്നു. Hallelujah. ഹല്ലേലൂയ. And what if you are friendly with Jesus? He will tell you the source of money. നീ യേശുവുമായിട്ട് നല്ല ബന്ധത്തിലാണെങ്കിൽ അവൻ നിന്നോട് പറഞ്ഞു തരും എവിടെ നിന്ന് നിന്റെ പണം വരുമെന്ന്. Maybe it will come as an idea into your brain. ഒരുപക്ഷേ നിങ്ങളുടെ തലച്ചോറിലേക്ക് നല്ലൊരു ആശയമായി അത് വരാം. Hallelujah. ഹല്ലേലൂയ. One idea from Jesus can revolutionize your life. യേശുവിന്റെ പക്കൽ നിന്ന് നിനക്ക് കിട്ടുന്ന ഒരു ഐഡിയ മതി നിന്റെ ജീവിതത്തെ അത് മാറ്റിമറിക്കും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. What you need is you should be in talking terms with Jesus. നിനക്ക് വേണ്ട ഒറ്റ കാര്യം മാത്രം, നീ യേശുവുമായിട്ട് സംസാരിക്കാൻ പറ്റിയ രീതിയിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബന്ധപ്പെട്ടിരിക്കണം. Peter was in talking terms with Jesus. ഇവിടെ പത്രോസ് യേശുവുമായിട്ട് സംഭാഷിക്കാവുന്ന രീതിയിൽ അടുത്തിരുന്നു. It all depends on your prayer life. ഇത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. If you are a praying man, നീ ഒരു പ്രാർത്ഥിക്കുന്ന പുരുഷനാണെങ്കിൽ, if you are a praying woman, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ, if you are a praying girl, നീ പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ, if you are a praying boy, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ആൺകുട്ടിയാണെങ്കിൽ, if you are a praying young man or young woman, പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരിയാണെങ്കിൽ, the ideas will come from Jesus. യേശുവിൽ നിന്ന് ആ ഐഡിയകൾ നിന്റെ ശിരസിലേക്ക് വരും. Hallelujah. 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 And it can bring breakthroughs in your life. നിന്റെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ അത് ഉണ്ടാക്കും. Hallelujah. 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 The knowledge that you have can bring money to you. നിന്റെ അകത്ത് ദൈവം നൽകുന്ന ജ്ഞാനം നിനക്ക് പണം നൽകി തരും. The skills
talents that you have can bring money to നിനക്ക് you. ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ നിന്റെ അടുക്കലേക്ക് പണം കൊണ്ടുവന്ന് തരും. If you know stitching, നിങ്ങൾക്ക് തയ്യൽ അറിയാമെങ്കിൽ it can bring lot of money. ഒത്തിരി പണം നിങ്ങൾ അതിലൂടെ നേടാം. But Jesus can give you a new idea through which so much money can come to you. പക്ഷെ ദൈവം നിങ്ങൾക്ക് പുതിയ ഒരു ഐഡിയ തരും. കൂടുതൽ പണം നിങ്ങളുടെ കരങ്ങളിൽ വന്നു ചേരുന്ന ഒരു ഐഡിയ. Your wisdom can bring money to you. നിങ്ങൾക്കുള്ള ജ്ഞാനം നിങ്ങളുടെ പക്കൽ പണം കൊണ്ടുവന്ന് തരും. Your talents can bring money to you. നിങ്ങൾക്കുള്ള താലന്തുകൾ, കഴിവുകൾ നിങ്ങൾക്കുള്ള പണം കൊണ്ടുവന്ന് തരും. Even your hobbies can bring money to you. ചിലപ്പോൾ നിങ്ങളുടെ ഹോബിക്ക്, നേരം പോക്കിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ചില വിനോദങ്ങൾക്ക് വരെ നിങ്ങൾക്കുള്ള പണം കൊണ്ടുവന്ന് തരാൻ Your സാധിക്കും. education can bring money to you. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് നിങ്ങൾക്ക് പണം കൊണ്ടുവന്ന് തരാൻ Your കഴിയും. position can bring money to you. നിങ്ങളുടെ സ്ഥാനത്തിന് നിങ്ങൾക്കുള്ള പണം നൽകുവാൻ കഴിയും. Hallelujah. Hallelujah. If you have a solution for somebody else's problem, that can bring money to you. മറ്റൊരു വ്യക്തിയുടെ പ്രശ്നത്തിന് നിനക്കൊരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിനക്ക് പണം കൊണ്ടുവന്ന് തരും. How does a doctor make money? എങ്ങനെയാണ് ഒരു ഡോക്ടർ പണം ഉണ്ടാക്കുന്നത്? He has a solution for somebody's sickness. മറ്റൊരാളുടെ രോഗത്തിന് ഇദ്ദേഹത്തിന് പരിഹാരമുണ്ട്. Because of that solution, he makes a lot of money. അദ്ദേഹത്തിന്റെ കയ്യിൽ അതിനുള്ള പരിഹാരം ഉള്ളതുകൊണ്ട്, സൊല്യൂഷൻ ഉള്ളതുകൊണ്ട് അവൻ പണം ഉണ്ടാക്കുന്നു. In the same way, അതുപോലെ തന്നെ God has given different solutions to each and every one of you. Some solution for somebody else's problem, it can bring money to you. ഇതുപോലെ തന്നെ ചിലർക്കുള്ള മറുപടികൾ, പരിഹാരങ്ങൾ നിങ്ങളിൽ പലരുടെയും കയ്യിലുണ്ട്. അത് നിങ്ങൾക്കുള്ള പണം കൊണ്ടുവന്ന് തരും. Hallelujah. ഇവിടെ എന്ത് സംഭവിച്ചു? ഇത് ആനി ജീവ കുറച്ച് നാളുകൾക്ക് മുമ്പ് ന്യൂമോണിയ ബാധിച്ച് ഭയങ്കര സീരിയസ് ആയി. ഇവരെ ചെന്നൈയിലായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. ചെന്നൈയിൽ നിന്ന് നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു. ഡോക്ടർമാർ ഭയങ്കര സീരിയസ് ആയിട്ട് 7 ദിവസമാണ് ഇവർക്ക് പറഞ്ഞിരുന്നത്. ആയുസ് പറഞ്ഞത് 7 ദിവസം നോക്കട്ടെ, പറ്റൂല്ലോ എന്ന് പറയാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് ആരോ പറഞ്ഞിട്ട് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടു. അതിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായി ഈ സഹോദരി അതിൽ നിന്ന് രക്ഷിച്ചു. പ്രൈസ് ഗോഡ്. എത്ര നാളായി സിസ്റ്ററെ ഈ അസുഖം മാറിയിട്ട്? അസുഖം മാറി ഇപ്പോൾ ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ. പക്ഷേ 4th ഡേ മുമ്പാണ് ഡോക്ടർ ഡാമിനിയൻ്റെ സൂര്യ TV-യിൽ 7 മണിക്ക് ഞങ്ങൾ പ്രോഗ്രാം കണ്ടു. പാസ്റ്റ് പറഞ്ഞു ഇങ്ങനെ ന്യൂമോണിയ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ന്യൂമോണിയ മാറിപ്പോകട്ടെ. ഞങ്ങൾ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു. എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് എനിക്കൊരു ഇൻഫെക്ഷൻ ഇല്ലയെന്ന്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തെങ്കിലും എനിക്ക് അധികം സംസാരിച്ചാൽ ഉടനെ ഇങ്ങനെ വന്നിട്ട് ശ്വാസം കിട്ടത്തില്ല. 1 വർഷത്തേക്ക് സംസാരിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ പൂർണ്ണ ആരോഗ്യമായിട്ട് അന്യഭാഷയിൽ എനിക്ക് ആരാധിക്കാൻ പറ്റി. അല്ലെങ്കിൽ കൂടുതൽ സംസാരിച്ചിരുമ്പോൾ ഓക്സിജൻ വെക്കേണ്ട അവസ്ഥയാണ് എനിക്ക്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അതാ നോക്ക്, നോൺ സ്റ്റോപ്പ് പോലെ ഞാനാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതെന്നാണ് എൻ്റെ ഭർത്താവും എല്ലാവരും പറയുന്നത്. പക്ഷെ എന്നെ കടത്തി വെട്ടി ഈ സഹോദരി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ കൈകൾ നീട്ടി ഈ സഹോദരി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും? കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മകളെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി, അങ്ങ് കൊടുത്ത വിടുതലായി നന്ദി, അങ്ങയുടെ പ്രത്യേക കൃപയും അനുഗ്രഹങ്ങളും കർത്താവ് കൊടുത്ത് മാനിച്ചതിനായി നന്ദി പറയുന്നു. ഇനി കർത്താവിന് വേണ്ടി അതിശക്തമായി പ്രയോജനപ്പെടാൻ അങ്ങ് ഇവളെ സഹായിച്ചു കൊള്ളണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മെനഞ്ഞാന്ന് പറഞ്ഞു ഹെയർ ഫോൾസ് ചെയ്യുന്ന സൗകര്യമാർക്കണ്ടേ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ചെറുതായിട്ട് ഇപ്പോൾ മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സിസ്റ്റർ ഒരു പിക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പറയുന്ന ഈ പടത്തിലുണ്ടായിരുന്ന ഇത്രയും മുടി ഇവർക്കുണ്ടായിരുന്നു. നല്ല നീണ്ട മുടിയാണ്. പക്ഷേ ഈ ന്യൂമോണിയ വന്ന് ഈ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഈ സഹോദരിയുടെ മുടി ഇത്രത്തോളം നഷ്ടമായിരിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഹെയർ ഫോൾ ഉണ്ടാകുന്ന, മുടി കൊഴിഞ്ഞു പോകുന്നവർക്ക് വേണ്ടിയിട്ട് ബ്രദർ ഡാമിയൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയിൽ ഇപ്പോൾ ഒരു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എന്താ നടന്നിരിക്കുന്നത് വെച്ചാൽ വളരുന്നുണ്ട്, ചെറുതായിട്ട് ഇപ്പോൾ വളരുന്നു, ചെറുതായിട്ട് ഇപ്പോൾ വളരുന്നു എന്ന് മുടി മുളപ്പിച്ചു കൊടുക്കുന്ന ആരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മകളുടെ തലയിൽ ഇനിയും ആ മുടി മുഴുവൻ മുളച്ചു വന്ന് മുൻപുണ്ടായതിനേക്കാൾ അധികം മുടിയോടെ കർത്താവേ അടുത്ത പ്രാവശ്യം ഈ സഹോദരി വരുമ്പോൾ ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
2-3 മാസം മുമ്പ് ചെന്നൈയിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടി എറണാകുളത്തോട്ട് വരുമ്പോൾ ട്രെയിൻ നോർത്തിൽ വെച്ചിട്ട് മൂവ് ആയിപ്പോയപ്പോൾ പെട്ടെന്ന് ചാടി ഇറങ്ങിയപ്പോൾ കൈ ഇവിടെ നിന്ന് ഡിസോർഡർ ആയിപ്പോയി. ഇങ്ങനെ കിടക്കുമായിരുന്നു കൈ. ഇപ്പം ഒരു 1.5 മാസമായിട്ടുള്ള ചെറുതായിട്ട് ഇങ്ങനെ മൂവ്മെൻറ്റ്സ് തുടങ്ങിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ എണ്ണ പുരട്ടി ഇങ്ങനെ ഇത്രയും വരെ പൊക്കിയുള്ളൂ. പക്ഷെ ഇന്ന് ആരാധിച്ചപ്പോൾ കൈ പൊക്കി നിൽക്കുന്നത് ഞാൻ. എവിടെയാണ് ഹസ്ബൻഡ്? ഇദ്ദേഹത്തിന് കൈ പൊക്കിക്കുന്നു നന്നായിട്ട്. ദാ നോക്കൂ, ഇന്നലെ വരെ അത്രയും പൊക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇന്നലെ എണ്ണയൊക്കെ തേച്ചിട്ട് പൊങ്ങിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് കർത്താവിന്റെ എണ്ണ, പരിശുദ്ധാത്മാവിന്റെ എണ്ണ ഇറങ്ങിയപ്പോൾ കൈ പൊങ്ങി. ഹല്ലേലൂയ! ചേർന്നൊരു വലിയ ഹല്ലേലൂയ പറഞ്ഞാല്. God bless you sister. ഈ സമയത്ത് വിശ്വാസത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവമേ, അങ്ങയുടെ കരം നീട്ടി രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. മൈഗ്രെയിൻ, വിട്ടുമാറാത്ത രീതിയിൽ അസഹ്യമായ മൈഗ്രെയിൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ തന്നെ സൈനസൈറ്റിസ് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. നട്ടെല്ലിൻ്റെ തകരാറുകൾ ഇപ്പോൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടെല്ല് അകന്നതാകാം, അടുത്തതാകാം, നിര തെറ്റിയിരിക്കുന്നതാകാം, വീഴ്ചയിൽ വന്ന തകരാറുകളാകാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം ഇപ്പോൾ സൗഖ്യമാകട്ടെ. ദൈവിക രോഗ സൗഖ്യം കർത്താവ് നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ അങ്ങ് നൽകണമേ. പല പ്രാവശ്യം മിസ്കാരേജ് ഉണ്ടായി, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. എന്നാൽ കർത്താവ് വാഗ്ദത്തമായി നൽകിയാണ്, വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഹെർണിയ എന്ന രോഗം സൗഖ്യമാകട്ടെ. അതുപോലെ TB, ക്ഷയരോഗം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ പ്രയാസങ്ങൾ ചില പുരുഷന്മാരിലുള്ളത് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. കർത്താവെ, കണ്ണിൻ്റെ കാഴ്ച യേശുവിൻ്റെ നാമത്തിൽ കുറഞ്ഞു പോകുന്നു, തിരിച്ചു വരട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ഹിയറിംഗ് പ്രോബ്ലം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ദൈവിക രോഗസൗഖ്യം ഇപ്പോൾ ദൈവമേ ജനങ്ങളിൽ അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയും. ജനത്തെ അനുഗ്രഹിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നാളെ മാവേലിക്കരയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ സിറ്റിയിൽ, നിങ്ങളുടെ സ്ഥലത്ത്, നിങ്ങളുടെ പട്ടണത്തിൽ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കോർഡിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും സ്ക്രീനിലെ നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വിശുദ്ധ നാട് സന്ദർശിക്കുവാൻ, യേശുവിൻ്റെ ജന്മസ്ഥലവും അവൻ വളർന്ന സ്ഥലവും കർത്താവ് ശുശ്രൂഷിച്ച ഭാഗങ്ങളും യാത്ര ചെയ്ത സ്ഥലവും ഗലീല കടലും ഒക്കെ കാണാൻ, യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ സ്ഥലം എല്ലാം കാണുവാൻ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള ടീം മെയ് മാസത്തിൽ യാത്ര പുറപ്പെടുകയാണ്. ഞങ്ങളോടൊപ്പം ചേരുവാൻ താല്പര്യമുള്ളവർക്ക് മറ്റന്നാൾ അതിൻ്റെ രജിസ്ട്രേഷനുള്ള അവസാനത്തെ ദിവസമാണ്. താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ നിങ്ങൾക്ക് വിളിച്ച് രജിസ്റ്റർ ചെയ്ത് വേഗത്തിൽ കാര്യങ്ങളെ നീക്കാവുന്നതാണ്. കർത്താവ് നിങ്ങളെ ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളെ അനുഗ്രഹിക്കുവാനുള്ള ഒത്തിരി 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 കാര്യങ്ങളുമായി, പുതിയ സന്ദേശങ്ങൾ, മിറക്കിൾസ് ടുഡേ, ബൈബിൾ ആൻഡ് യു ഒക്കെയുമായി ബ്ലെസ്സിങ് ടുഡേ വീണ്ടും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നു. ഗോഡ് ബ്ലെസ് യു. See you again in the next episode. Bye-bye.
വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ആരുടെ ഭാര്യയെ ഓർക്കുവാനാണ് യേശു താക്കീത് നൽകിയത്? ഹൂസ് വൈഫ് ഡിഡ് ജീസസ് സേ ടു റിമെമ്പർ ആസ് എ വാർണിംഗ്? ഓപ്ഷൻസ്: എ അബ്രഹാമിന്റെ, ബി ഇസഹാക്കിന്റെ, സി യാക്കോബിന്റെ, ഡി ഇവരെ ആരുടെയും അല്ല. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബോക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതാണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 42221. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.